ഈ വീഡിയോ നമ്മുടെ കല്യാണത്തിൻ്റെ കുറച്ച് ഗ്ലിംസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കല്യാണം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഗാലറിയിൽ ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എന്തോ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് തോന്നി. ഈ കയറിപ്പോകുന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മയും ചേച്ചിയൊക്കെയാണ്, ചേച്ചിയും ഹസ്ബൻഡൊക്കെയാണ്. നമ്മുടെ കല്യാണം നടന്നത് ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണ്ടേ, സത്യമാണോ, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയാണിത് എന്താ പറയുക പറഞ്ഞ് തരണ്ടേന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക റിയാലിറ്റി ആണോ എന്നൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരു സമയമാണത്. കല്യാണം കഴിഞ്ഞോ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ താലികെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആളെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോഴും കല്യാണം കഴിഞ്ഞോ, കാരണം കുറേ നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് നമുക്ക് കല്യാണം കഴിയുമ്പോൾ തോന്നുക. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ? ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുളസിമാല ഇട്ടു. അപ്പം അതിൻ്റെ ഇടയിൽ ചേച്ചിമാരൊക്കെ കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ യൂഷ്വൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു തരികയാണ്. എന്താ പറയുക, ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു മൊമെൻ്റാണ്. എത്ര നമ്മൾ വീഡിയോ എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തോന്നുന്ന ആ ഒരു ഇമോഷൻസ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. എൻ്റെ അനിയത്തിയാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അവൾ കാണാൻ പറ്റാണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ എടുത്തതാണ്. പക്ഷെ എന്തോ കളയാൻ തോന്നിയില്ല, നമ്മുടെ കല്യാണത്തിൻ്റെ ഓർമ്മകളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത് കഴിഞ്ഞ് വലം വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പിങ്ക് സാരിയും ഗ്രീൻ ഷർട്ടാണ് എൻ്റെ അച്ഛനമ്മയും. റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മയും. പിന്നെ അതുപോലെ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അവരൊക്കെ അതിൻ്റെ ഇടയിൽ കുറേ പേര് കയറിയിട്ടില്ല. നമ്മുടെ ഈ കല്യാണം കിട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഗോപുരത്തിലേക്ക്. പക്ഷെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരുടേതായ തിരക്കിലാണ്. അപ്പം ഞങ്ങൾ ദക്ഷിണയൊക്കെ കൊടുത്ത് കാലിലൊക്കെ വീണ് അനുഗ്രഹം ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് നിങ്ങളിപ്പോൾ അതിൽ കാണുന്നത്. നമ്മളുടെ കല്യാണത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 10:30 ആയിരുന്നു മുഹൂർത്തം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 8 മണി 9 മണി എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഭയങ്കര തിരക്കായിരിക്കും ഗുരുവായൂർ കിട്ടുന്നുണ്ടാവാം. പക്ഷേ നമ്മൾക്ക് എന്തോ ആ സമയം ഇതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ റിലാക്സ്ഡ് ആയിട്ട് കയറാനൊക്കെ പറ്റി, ക്യൂ ഒന്നും ഇല്ലാതെ. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിൻ്റെ ആ ഭാഗത്തുനിന്ന് അതാണ് നിന്നത്. അതിന് പിന്നാലെ എല്ലാവരും ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. പക്ഷെ അവരെന്തെങ്കിലും സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. സത്യമാണോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹാളിലേക്ക് എത്തി. ഇതായിരുന്നു ഹാള്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഹാളാണ്. ഉൾഭാഗം തിരക്കിൽ ഞങ്ങൾ കാണില്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലിംസ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതൊക്കെ താലം പിടിച്ച് നിൽക്കുകയാണ്. ഇതിൽ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് നിൽക്കുന്നതാണ് എൻ്റെ അനിയത്തി. അനിയത്തി എന്ന് പറയുമ്പോൾ എൻ്റെ പാപ്പൻ്റെ മോളാണ്. സ്വന്തം അനിയത്തി പോലെ തന്നെയാണ്. പിന്നെന്താണ്, അമ്മയും ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് നിൽക്കുന്നത് അനിയത്തിയുടെ അമ്മ, പിന്നെ സെൻറ്ററിൽ എൻ്റെ അമ്മ, പിന്നെ നിൽക്കുന്ന എൻ്റെ അമ്മായിയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളതേ കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിറയുന്ന ആൾക്കാരൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു. ഫോട്ടോസ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. പതുക്കെ നടന്ന് വന്ന്. അപ്പോൾ ആ ബ്ലൂ ഷർട്ടിലുള്ളത് എൻ്റെ അമ്മാമ്മയുടെ അനിയനാണ്. ആൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആളാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൂവൊക്കെ ഇടുന്നത് നന്നായി എല്ലാവരും എത്തണ പോലെയൊക്കെ ഇടാനൊക്കെ പറഞ്ഞു കൊടുക്കണം. ബാക്കിൽ വൈറ്റ് ഷർട്ട് ഇട്ട് നിൽക്കുന്നത് എൻ്റെ സ്വന്തം മാമയാണ്. അങ്ങനെ ഞങ്ങളോട് ഇനി പോകാനായിട്ട് കയറിക്കോളാൻ പറയാണ് ഉള്ളിലോട്ട്. അപ്പം അതിൽ കുറച്ച് കൺഫ്യൂഷനൊക്കെ ആയിട്ട് മാമയൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സാണ് യെല്ലോ സാരി കൊടുത്ത അവിടെ 3 പേര് നിൽക്കുന്നുണ്ട്. എൻ്റെ കളിക്കൂട്ടുകാരെന്നൊക്കെ പറയില്ലേ, അവരാണ്. ആരും കല്യാണത്തിൻ്റെ തിരക്കിൽ നമുക്കങ്ങനെ സംസാരിക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. പുള്ളിൽ കയറിനേക്കാളും മുമ്പും ഒന്ന് നിർത്തി. നേരത്തെ പറഞ്ഞല്ലോ ഹസ്ബൻഡ് ചേട്ടൻ, ആ ഒരു ബാക്കിൽ നിൽക്കുന്ന ചേട്ടൻ, അതാണ് ചേട്ടൻ, വിവേക് ചേട്ടൻ. കുറേ ചേട്ടൻ എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഉള്ളിലോട്ട് വരികയാണ്, നമ്മുടെ ഹാളിൻ്റെ ഉള്ളിലോട്ട്. പിന്നാലെ നമ്മുടെ താലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയും നമ്മൾ കയറുന്നതിന് തൊട്ട് മുമ്പുള്ളതാണ്. ഞാൻ അതും ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നമ്മുടെ അമ്മ, മേമ, അമ്മായിയൊക്കെ അവർ പോവാണ്. നമ്മൾ പിന്നാലെ ഹാളിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ വരുന്നത്. ആളായാലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് എത്താനുള്ള കുറച്ച് ഇറങ്ങാനുള്ള ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഹാളിൽ സ്റ്റേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ചിരിച്ചെല്ലാവരും കുറച്ച് അറിയുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് ആൾ വരുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്ത് എത്താറായി. എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹാള് കുറച്ച് ട്രഡീഷണലായിട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തതായിരുന്നു ഈ ഒരു ഹാള്. നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കിട്ടിയപ്പോൾ അവിടെ തന്നെ അടുത്തുള്ളൊരു ഹാളായിട്ട് നമ്മളെടുത്തു. അങ്ങനെ അവിടെ എത്തി ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ തിരക്കും കയറുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. അങ്ങനെ പതുക്കെ നമ്മൾ സ്റ്റേജിൽ കയറി. രണ്ടുപേരും സ്റ്റേജിൽ കയറിയപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, എവിടെയാണ് നമ്മുടെ ആൾക്കാരൊക്കെ നമുക്ക് നോക്കുന്നുണ്ട്. ഇടയിൽ ഇവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. അവിടെ അവർ കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എൻ്റെ അച്ഛനമ്മയാണ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയുന്നത്. ഇതെൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ 8ാം ക്ലാസ് തൊട്ടിട്ട് ഒരുമിച്ചാണ് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. +2 വരെ ഒരുമിച്ചായിരുന്നു. ഇതാണ് കല്യാണ ഹാളിൽ ജസ്റ്റ് ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഹാളും സെൻട്രൽ നടുമുറ്റും, അതിൻ്റെ അപ്പുറത്താണ് ഫുഡ് കൊടുക്കുന്ന ഭാഗമുള്ളത്. അങ്ങനെ ഈ